നമുക്ക് ആഗ്രഹമുള്ള ഭക്ഷണം നമ്മൾ വല്ലപ്പോഴും കുറച്ച് കഴിക്കുക, വല്ലപ്പോഴും കുറച്ച് കഴിക്കുക, ഒരുപാട് വലിച്ചേരല്ല, വല്ലപ്പോഴും കുറച്ച് കഴിക്കുക. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹം നിറവേറി, സന്തോഷം, അതോടൊപ്പം നമ്മളെ ഹെൽത്ത് ഓക്കെ ആയിട്ടിരിക്കും ഇല്ലേ? അതേ സമയത്ത് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഭയങ്കര ആർഭാടം എല്ലാ ദിവസവും വേണമെന്നും പറഞ്ഞ് കുറേ പൈസകളാക്കി അത് മേടിച്ചു ഇത് മേടിച്ചു, അതങ്ങനെ ചെയ്തു, ഇങ്ങനെ പൂതിരി പുന്തിരി എന്ന് പറഞ്ഞവർ ഇതൊക്കെ തീരും. നമുക്ക് കുറേ കഴിയുമ്പോൾ നഷ്ടമാണ്, വിഷമമാണ്. കാരണം എൻ്റെ പൈസയൊക്കെ തീർന്നു, ഇനി അടുത്ത കാര്യത്തിന് എൻ്റെ കയ്യിൽ കാശില്ല, പിന്നെ പലിശക്ക് എടുക്കണം. ഇതൊക്കെയുള്ള പതുക്കെ കടത്തിലേക്ക് പോണത്. പിന്നെ അവർ നമുക്ക് കൺട്രോൾ ചെയ്യാം എല്ലാം. ഇതിപ്പോൾ നമ്മൾ കാശും നമ്മളെ ഹെൽത്തും ഒക്കെ ഇത് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ്. മനസ്സിനെ നമുക്ക് പൈസ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് കൂടുതൽ ആൾക്കാർക്ക് അല്ലേ BP ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഫുഡും പൈസയുമാണ് നമ്മളെ ബോഡി ഇല്ലാണ്ടാക്കണത്. അപ്പൊ രണ്ടും കൺട്രോൾ ചെയ്യണം. ഫുഡ് പൈസ ആണെങ്കിൽ പോലും നമുക്ക് നമ്മളെ ആഗ്രഹം നിറവേറ്റണം വല്ലപ്പോഴും. എല്ലാം ഈ ഓർത്തൊക്കെ ഈ വല്ലപ്പോഴും. എല്ലാ ദിവസവും ആനന്ദം പരമാനന്ദം, എല്ലാ ദിവസവും ഭയങ്കര വലിച്ചുവരെ നല്ല ഫുഡ് ഇത് കഴിച്ചു കഴിയുമ്പോഴെന്ന് വെച്ചാൽ രണ്ടും അനുഭവിക്കുന്നത് ഒറ്റ ശരീരമാണ്. ഈ ശരീരം പിന്നെ നമുക്ക് വേറെ കൊണ്ട് പെട്ടിയിലേക്ക് എടുത്ത് വെക്കേണ്ടി വരും പെട്ടെന്ന്. നമസ്കാരം. ഇന്ന് വുമൺസ് ഡേ പ്രമാണിച്ചിട്ട് ഞാൻ എൻ്റെ പരിചയത്തിലുള്ളത് നമ്മളായിട്ട് പെൻഡായിട്ടുള്ള അസോസിയേറ്റ് ആയിട്ടുള്ള ഒത്തിരി ഞാൻ ബഹുമാനിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് വുമണിനോട് ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നു, നമുക്ക് എന്തുകൊണ്ടൊരു പോഡ്കാസ്റ്റ് ചെയ്തുകൂടാന്ന്. അപ്പോൾ അതിൽ ഞാൻ ഒത്തിരി പേരെ എനിക്ക് ഇൻവൈറ്റ് ചെയ്ത്. അതിൽ ഒരാളാണ് നിഷ സാരംഗ്. ഞാനായിട്ട് പറയേണ്ട കാര്യമില്ല, ആക്ട്രസ്, വളരെ നല്ല മൂവികളിൽ അഭിനയിച്ചു. അതേമാതിരി ഒത്തിരി സീരിയലുകളിൽ എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടമ്മമാർക്കും എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. ഇപ്പം എൻ്റെ വീട്ടിൽ മോളൊക്കെ ഉപ്പുമുളകിൻ്റെ വലിയ ആരാധകരാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് നിഷനോട് സംസാരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും കണ്ടിട്ടുള്ള കാര്യം വെച്ചാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് വുമൺ, അതേമാതിരി കരിയർ ബിൽഡ് ചെയ്തു, സന്തോഷമായിട്ട് പൈസയൊക്കെ കൈകാര്യം ചെയ്ത് മാനേജ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഞാനെപ്പോഴും ഒരു വുമണിനേക്കാൾ ഉപരി എല്ലാ ജെൻഡറിനും ബഹുമാനിക്കാൻ പറ്റുന്ന ഒരാളാണ് നിഷ എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് എനിക്ക് ഈ സംസാരം കാണുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒത്തിരി പേർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ വിളിച്ചത്. അതിന് ഈ സമ്മതം തന്നതിനും എനിക്കറിയാം ഭയങ്കര തിരക്കാണെന്നുള്ളത്. അപ്പോൾ അതിനിടയിൽ ഓഫീസിൽ വന്നതിന് താങ്ക് യു സോ മച്ച്. ഞാൻ അങ്ങോട്ട് താങ്ക്സ് പറയാം. കാരണം ഞാൻ നിഖിലിൻ്റെ എല്ലാ ഇൻ്റർവ്യൂസും കാണാറുണ്ട്. അങ്ങനെയാണല്ലോ ഞാൻ നിങ്ങളുടെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തതൊക്കെ. അപ്പോൾ ഈ ഫിനാൻസ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് സമാധാനവും അതുപോലെ തന്നെ സങ്കടവും എല്ലാം ഒരേപോലെ വരുന്ന കാരണം നഷ്ടപ്പെടുമ്പോൾ സങ്കടവും ഉണ്ടാവുമ്പോൾ സന്തോഷവും. പക്ഷെ എപ്പോഴും സന്തോഷിക്കേണ്ട സംഭവം തന്നെയാണിത്. അത് നമ്മൾ കൈകാര്യം ചെയ്ത പോലെ ഇരിക്കും അല്ലേ? അതെ അതെ. അല്ല, നിഷയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര നന്നായിട്ട് കൈകാര്യം ചെയ്യണ ഒരു ടൈപ്പാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് ചൈൽഡ്ഹുഡ് ചെറുപ്പത്തിലത്തെ എന്തായിരുന്നും വീട്ടിലെ സാഹചര്യവും പിന്നെ എങ്ങനെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നെന്ന് ഒന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വീട്ടിലൊരാൾ വരുന്നു, അഭിനയിക്കാമോ എന്ന് ചോദിച്ചു വിളിച്ചുമായിരുന്നു. അങ്ങനെ പോയി അഭിനയിക്കണോ, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് സംഭവിച്ചത്. നമ്മളിപ്പോൾ ഞാൻ ഒരിക്കൽ പോലും ഒരു നടിയാവണമെന്ന് ആഗ്രഹിച്ചിട്ട്. ഏത് വയസ്സിലാണ് അഭിനയിക്കാൻ തുടങ്ങിയത്? ഏത് വയസ്സിലാണെന്ന് എന്തായാലും 27 വർഷമായിട്ടുണ്ട്. അപ്പോൾ കുറച്ചായി. അത് ഇങ്ങനെ പെട്ടെന്ന് നമ്മളെ വീട്ടിൽ എൻ്റെ ഒരു നെയ്ബർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ച് അങ്ങനെ പോയി അഭിനയിച്ചു വന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ഞാൻ അഭിനയിക്കാൻ ഇറങ്ങുന്നത്. ഒരിക്കലും എന്ത് ജോലിയും ചെയ്യണം എന്നുള്ളതുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിലെ തൊട്ട്. അതായത് കുട്ടിക്കാലം തൊട്ടുണ്ട് എനിക്ക് ആ ഒരു ചെറുപ്പത്തില് എങ്ങനെയായിരുന്നു ഒരു പൈസനെ കണ്ടിരുന്നത്? എങ്ങനെയാണ് ഒരു സമ്പാദിശീലമൊക്കെ ഉണ്ടായിരുന്നത്? ചെറുതിലെ എനിക്ക് ഭയങ്കര ബിസിനസ് വുമൺ ആയിരുന്നു. വേറൊന്നുമില്ല. അച്ഛൻ ബിസിനസ്സാണ്. അച്ഛന് ഊണിൻ്റെ ഒക്കെ പരിപാടിയാണ്. അപ്പോൾ അച്ഛൻ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയിട്ട് അത് റെൻറ്റിൽ കൊണ്ട് കൊടുക്കും. ഒരു വണ്ടി ഉണ്ട്, അതിൽ കൊടുക്കും. അച്ഛൻ പോയി കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങൾ, സ്കൂളിൽ പോകാത്ത ദിവസങ്ങളിൽ എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു. എന്താ ബിസിനസ് ചോദിക്കുന്നേ? ഒന്നുമില്ല, നമ്മുടെ തോടേണ്ട കപ്പലണ്ടി ഉണ്ടല്ലോ, പണ്ടിങ്ങനെ പൊളിച്ച് ഇങ്ങനെ കപ്പലണ്ടി ഉണ്ടല്ലോ, അത് കടയിൽ പോയി വാങ്ങിക്കൊണ്ട് വരും. വാങ്ങിക്കൊണ്ടിട്ട് ആദ്യത്തെ പ്രാവശ്യം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴാണ് അമ്മ എൻ്റെ ഇങ്ങനെ കപ്പലണ്ടി ഇതെന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ ബിസിനസ് തുടങ്ങാം. ആദ്യം ചിരിച്ചു. ഒരു 7 വയസ്സ് 8 വയസ്സ് തൊട്ട്
അപ്പം അമ്മ ചോദിച്ചത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതെനിക്ക് ബിസിനസ് തുടങ്ങണം. അതെന്താ കാര്യം? അച്ഛന് ബിസിനസ് എനിക്ക് തുടങ്ങിക്കൂടെ? അച്ഛൻ ഇത് ചെയ്തിട്ട് അച്ഛൻ കൊണ്ടുപോയി വിറ്റിട്ടല്ല അച്ഛൻ ജീവിക്കണേ. അച്ഛൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അച്ഛൻ ഭയങ്കര ഡിമാൻഡൊക്കെയാണ് പറയണേ. 10 രൂപ വെച്ചാൽ ചിലപ്പോൾ അച്ഛൻ 2 രൂപയ്ക്കേ തരണുള്ളൂ ചില ദിവസങ്ങളിൽ. ചോദിക്കുമ്പോൾ പറയും നിനക്ക് എന്തിനാ കാശെന്ന് ചോദിക്കും. അതുകൊണ്ട് എനിക്ക് ഇനി അച്ഛനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു ഓക്കെ ഇതെന്ത് ചെയ്യണം? അമ്മ ഇത് ആദ്യം ഒന്ന് കാണിച്ചു തന്നാൽ മതി, പിന്നെ ഞാൻ ഏറ്റു എന്ന് പറയാം. അപ്പം അമ്മ ഇങ്ങനെ കുറേ മണ്ണെടുത്തിട്ട് വലിയ ഇരുമ്പ് ചീനച്ചട്ടി തന്നു, അതിലിട്ട് വറുത്തിട്ട് തന്നു. ഞാനത് കൊണ്ടുപോയി വിറ്റു. വീടിൻ്റെ ഫ്രണ്ടിൽ ചാക്ക് വിരിച്ചിട്ട്, വലിയ ചാക്ക് അവിടെ വീട്ടിൽ ഇങ്ങനെ ചാക്കുണ്ട്, ആ ചാക്ക് റോഡടിയില്ല വീട്, ചാക്ക് വിരിച്ചിട്ട് കപ്പലണ്ടി ഇങ്ങനെ 5 എണ്ണം 10 എണ്ണം ഇങ്ങനെ വെച്ചു. അപ്പോൾ 10 പൈസ 20 പൈസ അല്ലെങ്കിൽ 15 പൈസ അങ്ങനെ ഓരോ സെക്ഷനായിട്ട് വെച്ചിട്ട് പിള്ളേരൊക്കെ പോകും റോഡിൽ കൂടെ. റോഡരിക്കാൻ വേണ്ടി ചേച്ചിമാരും വീട്ടുകാരും. അപ്പോൾ ഈ ചൂട് കപ്പലണ്ടി അവർ മേടിക്കും, ഞാൻ പൈസ മേടിക്കും. അവർ ഇതെനിക്കൊരു വലിയ സമ്പാദ്യമായിട്ട് വളർന്നു. അച്ഛൻ സമ്മതിക്കില്ല, അച്ഛൻ കണ്ട പ്രശ്നം ഉണ്ടാകും. അച്ഛൻ്റെ വണ്ടിയുടെ ശബ്ദം അവിടെ നിന്ന് കാണുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ ഞാനിതെല്ലാം ഒതുക്കി കൊണ്ടേ മാറ്റി വെക്കുമായിരുന്നു. അങ്ങനെ ഇതെല്ലാ ദിവസവും ചെയ്യുമായിരുന്നു. അതായത് വീട്ടിൽ നിൽക്കുന്ന എല്ലാ ദിവസവും എൻ്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ ഈ കപ്പലണ്ടി കച്ചവടമാണ്. കാരണം എനിക്കുള്ള പോക്കറ്റ് മണിയൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു. അതാണ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കടം കൊടുക്കണേ. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. ഇത് ഈ പൈസ അച്ഛന് കൊടുക്കും, അമ്മയ്ക്ക് കൊടുക്കും. എന്നിട്ട് അച്ഛനോട് പറയും, 10 രൂപ കൊടുത്ത് അച്ഛനോട് പറയും എനിക്ക് ഇതിൽ നിന്ന് 3 രൂപയെങ്കിലും 4 രൂപയെങ്കിലും ഒക്കെ എനിക്ക് ഇങ്ങനെ തിരിച്ചു തരണം. അതായത് എത്ര രൂപ കൊടുക്കുന്നോ അതിനൊരു ചെറിയ പെർസെൻറ്റേജ് എനിക്ക് ഇങ്ങോട്ട് എക്സ്ട്രാ തരണം. അങ്ങനെയാണ് അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നത്. അമ്മയ്ക്ക് 50 രൂപ കൊടുത്താൽ ഞാൻ പറയും, അമ്മ എടുത്ത് പറയും 10 രൂപ എനിക്ക് കൂടുതൽ തരണം, 60 രൂപ. അച്ഛനും അതേപോലെ തന്നെ. അച്ഛനെ 100 രൂപ കൊടുത്താൽ അച്ഛനെ നിന്ന് ചിലപ്പോൾ കൂടുതൽ മേടിക്കും. 100 കൊടുത്താൽ അച്ഛനെ ഞാൻ 150 മേടിക്കാം. അപ്പോൾ അത് ഞാൻ വളർന്നപ്പോഴും അങ്ങനെ അച്ഛനോടൊക്കെ അങ്ങനെ ഈ ഒരു ഇത്, അതായത് വളർന്നപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു 10th പഠിക്കുമ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ അച്ഛൻ്റെ നിന്നൊക്കെ പൈസ അവരും സന്തോഷമായിട്ട് തരുമല്ലോ. വിഷു കഴിഞ്ഞിട്ടൊക്കെ കുറെ കിട്ടുമല്ലോ. ആ ഈ വിഷു കഴിഞ്ഞിട്ടും കിട്ടുമ്പോൾ അച്ഛൻ പറയും മോളെ എത്രയുണ്ട്? ഇത്രയുണ്ട് അച്ഛാ. അപ്പം അച്ഛനെ എപ്പോഴാണ് തരണം? ഞാൻ ഇപ്പം തന്നെ തരാം അച്ഛനെ, എനിക്ക് എത്ര രൂപ തിരിച്ച് അത് നല്ലതായിരുന്നു. എനിക്കത് എന്നിൽ ഈ എൻ്റെ സമ്പാദ്യശീലം എനിക്ക് വളർത്താൻ എന്നെ കുഞ്ഞിലെ എന്നെ പഠിപ്പിച്ചത് എൻ്റെ പാരൻസ് തന്നെയാണ്. കാരണം അവര് എനിക്ക് സപ്പോർട്ട് ചെയ്താന്നുകൊണ്ടല്ലേ. അല്ല, ഈ ഒരു അച്ചടക്കം വലുതായപ്പോഴും ചിലപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും വലുതായപ്പോഴും എനിക്ക് ഇത്രേ വീട്ടിൽ ചിലവാക്കൂ, ഇത്രേ ഞാൻ എൻ്റെ സമ്പാദ്യത്തിൽ പോകണം, ഇത്ര എനിക്ക് എൻ്റെ ബാക്കി മറ്റു ചിലവുകൾക്ക് വേണം, ഇത്ര എനിക്കൊരാൾക്ക് സഹായിക്കാൻ വേണം. അത് മസ്റ്റാണ്. അപ്പൊ ഇത് എനിക്ക് ശീലിച്ചത് അങ്ങനത്തെ. അന്നും ഇതേപോലെ തന്നെ പൈസ ആവശ്യമുള്ളവരൊക്കെ വരുമല്ലോ. അപ്പൊ അവർക്ക് പൈസ ഞാനെടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കും. അപ്പൊ അമ്മയ്ക്ക് നിനക്ക് ഇത് പലിശയൊന്നും വേണ്ടെന്ന് ചോദിക്കാനോട് ഞാൻ പറയാം പാവങ്ങൾക്ക് കൊടുക്കണോ എന്ന് പറയും. അത് നമ്മളങ്ങനെ കുഞ്ഞുങ്ങളെ ഇന്നേ ശീലിപ്പിക്കണമെന്നുള്ളതാണ്. മറ്റുള്ളവരെ സഹായിക്കാനും ഒപ്പം നമ്മളെ ഫിനാൻഷ്യൽ അച്ചടക്കം പഠിക്കാനും നമ്മൾ ഇന്നേ കുട്ടികളെ പഠിപ്പിക്കണമെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ ജനറേഷനിലുള്ളവർ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ജനറേഷൻ അതിന് മുകളിലുള്ളവരൊക്കെ ഈ ഒരു ടൈപ്പ് ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നോക്കാൻ നമ്മുടെ പിള്ളേരുടെയൊക്കെ ഒരു സെറ്റപ്പിൽ അവർക്ക് ഈ ഒരു സാധനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അവർ പൈസ ഇത്തിരി സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോഴത്തെ ഒരു ഞാൻ ജനറേഷൻ മാറിയിട്ടൊന്നുമില്ല, നമ്മളൊക്കെ എല്ലാവരും ഒരു ജനറേഷൻ തന്നെ. പക്ഷെ എന്നാലും യങ്സ്റ്റേഴ്സ് കുറച്ചും കൂടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെൺകുട്ടികളായാലും ആൺകുട്ടിയായാലും അവരൊക്കെ എനിക്കറിയാലോ, എനിക്ക് ഉണ്ടല്ലോ 2 കുട്ടികൾ. അപ്പോൾ ആ ഒരു മാറ്റം എന്താണ് കാണുന്നത്? മാറ്റം അവർക്കൊക്കെ സാമ്പത്തികത്തിൻ്റെ ആ ഒരു വില അറിയില്ല എന്നുള്ളതാണ്. കൂടുതൽ അവർക്ക് പണ്ടത്തെ ഒരു ദാരിദ്ര്യമൊന്നും ഇപ്പം ഇല്ല അല്ലേ. എങ്ങോട്ട് തിരിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കിട്ടുന്ന ആൾക്കാരാണ്. അവർക്ക് പോലും അല്ലേ എന്തെങ്കിലുമൊക്കെ സൈഡ് ജോലി, വിദ്യാഭ്യാസത്തിനൊപ്പം ചെറിയ ജോലികൾ ചെയ്യുന്ന കുട്ടികളും ഒരുപാടുണ്ട്. പിന്നെ വീട്ടിൽ നിന്നാണെങ്കിലും പണ്ടത്തെ പോലെ നമ്മളെ പേരൻസൊക്കെ ഭയങ്കര പിശിക്കാണ് പൈസ അല്ലേ. എൻ്റെ വീട്ടിലൊക്കെ ഒരു സാരി എടുക്കും അമ്മ. പണ്ട് ഈ ചൈനീസ് സിൽക്കെന്നും പറഞ്ഞ ഒരു സാരി ഉണ്ടായിരുന്നല്ലോ, ഒറ്റ സാരി എടുത്തിട്ട് അത് 3 പേർക്ക്. എനിക്ക് 2 പ്രദേശമാണ്. എനിക്ക് ഒരു പാവടം ഡ്രസ്സും തയ്ക്കും, ബാക്കി അവന്മാർക്ക് 2 ഷർട്ടും തയ്ക്കും, 2 പാൻറ് ട്രൗസറിൽ എന്തെങ്കിലും ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെയൊക്കെയാണ്. 3 പേർക്ക് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ആയിരിക്കും. ഇന്നത്തെ കുട്ടികളുടെ അടുത്ത് പറയാണ് 3 പേര് ഒരേപോലത്തെ ഇങ്ങനത്തെ തയ്ക്കാന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും. അയ്യേ ഞാൻ അവളുടെ ആൾക്കാർ എന്നെ കളിയാക്കാനാന്ന് ചോദിക്കും. ഞങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട്. 3 പേര് ഫോട്ടോ എടുക്കാൻ. എന്തൊരു രസമാണ് ഇല്ലേ. എല്ലാ വീട്ടിലുണ്ടാവും ഒരു ഫോട്ടോ. അല്ല ഞങ്ങൾക്ക് എപ്പോഴും അങ്ങനെ തന്നെ എടുക്കണം. ഒരു തുണി എടുക്കാതെ 3 പേർക്ക്, ഞങ്ങള് 3 പേര് തമ്മിലുള്ള കുഞ്ഞെടുത്ത ഫോട്ടോയിലെല്ലാം ഒരേ ഡ്രസ്സാണ്. അതിപ്പോ സാരി മാത്രമല്ല, മറ്റുള്ള ഈ ഷർട്ടിന്റെ പീസ് തുണിയൊക്കെ ആണെങ്കിലേ എടുക്കണമെങ്കിൽ അത് 3 പേർക്കും ഒരേ ഷർട്ട് തയ്ക്കും. എന്നിട്ട് എനിക്കൊരു മിഡിയും തയ്ക്കും, അവർക്ക് പാൻറ്റും തയ്ക്കും. ഓക്കെ, കഴിഞ്ഞ ഓണക്കോടി.
അത് ശരിക്കും പൈസ ഇല്ലാഞ്ഞിട്ടല്ല. അന്ന് അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലായെങ്കിലൊന്നുമില്ല. അച്ഛനൊക്കെ ഒരുവിധം പൈസയൊക്കെ ഉള്ള ആ ഒരു ഇതിൽ തന്നെ ഞങ്ങൾ വളർന്നിട്ടുള്ളൂ. പക്ഷേ അതൊരു സന്തോഷമാണ് 3 പേരും കൂടെ അല്ലേ. നമ്മൾ ആവശ്യങ്ങൾക്കൊരു അച്ചടക്കം ഉണ്ടായിരുന്നു. അത് തന്നെ എപ്പോഴും ആ ഒരു ഇപ്പം നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ ഇത്ര രൂപ നമുക്ക് മിഠായി മേടിക്കാനും അല്ലെങ്കിൽ പെൻസിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാനായിട്ട് തരും ഇല്ലേ. അത് ആ ഇത്ര രൂപയെ തരുള്ളൂ. അന്ന് ഈ 50 100 ഒന്നും തരുകയൊന്നുമില്ല. 10 രൂപ കൂടിപ്പോയാൽ 5 രൂപ അല്ലെങ്കിൽ അല്ലേ 10 ഏറ്റവും കൂടുതൽ. ഇന്നത്തെ കുട്ടികൾക്ക് 10 രൂപ എടുത്തിട്ട് അവരത് അവിടെ വെച്ചിട്ട് പോകും ചിലപ്പോൾ. പിന്നെ ഒരു വില നമുക്ക് 10 രൂപയ്ക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടുമായിരുന്നു. അല്ലല്ല ഇന്നാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ചില ATM നിന്ന് പൈസ അവര് ചിലപ്പോ അല്ലേ. അതെ അപ്പൊ ഇവരും മിക്കവാറും ഇവര് ബാങ്ക് ഹാൻഡിൽ ചെയ്യണവരായിരിക്കും. അവർക്ക് ഇഷ്ടമുള്ളത് അവരങ്ങ് എടുക്കുകയാണ്. അത് ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇത്ര എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇത്ര സെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയും. അന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, അവരൊക്കെ പറയും. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് മാത്രം ഒരു അറിവോ ഇല്ലാന്ന്. ഇവൻ നമുക്കൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു ആദ്യമായിട്ട് അന്ന് ബാങ്കിലൊക്കെ പോകുന്ന തമ്മിൽ ചെക്ക് എഴുതുമ്പോൾ തന്നെ ഭയങ്കര പേടിയായിരുന്നു. സ്പെല്ലിങ് തെറ്റുമോ, അല്ലെങ്കിൽ എവിടെയാണ് പേരെഴുതേണ്ടത്, എവിടെയാണ് ഒപ്പിടേണ്ടത്, അതൊക്കെ വലിയ കൺഫ്യൂഷനാണ്. ഇന്നത്തെ പിള്ളേർക്ക് എനിക്ക് അതൊന്നും വേണ്ട, എല്ലാവരും സ്ക്രീനിൽ കൂടെ തന്നെ ചെയ്യാം. അതെ 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 എല്ലാം അങ്ങനെ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ ആ ഒരു അത്ര റിസ്ക് ഒന്നും ഇപ്പം ഇല്ല അല്ലേ. ഇവൻ ഡിജിറ്റലി നോക്കണേ. ഇപ്പോൾ കടയിൽ പോയിട്ട് ഇപ്പോൾ നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ എറണാകുളത്ത് വന്ന് ഒരു വലിയ ഷോറൂമിൽ കയറുമ്പോൾ നമുക്കൊരു ടെൻഷനൊക്കെയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ജസ്റ്റ് വിൻഡോ ഷോപ്പ് ചെയ്യും, പിന്നെ മൊബൈൽ ആപ്പിൽ കൂടെ വന്നിട്ട് സാധനങ്ങൾ സ്പെൻഡ് ചെയ്യണ ഒരു ഓപ്ഷൻ. ഇപ്പം ഇവൻ എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഒരു ഇതിൽ ഞാനിതൊരു മറ്റേ ഒരു തന്ത വൈബി ചോദിക്കണമല്ല, എന്നാലും നമ്മൾ കണ്ടിട്ടുണ്ട് എൻ്റെ ചേച്ചിമാരൊക്കെ, അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരാണ് പിടിച്ച് ചിലവാക്കുന്നത്. ഹസ്ബൻഡുമാർ ചിലപ്പോൾ ഇത്തിരി സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോഴത്തെ അതിൻ്റെ പേരിൽ തന്നെ കുറേ പൈസ വീട്ടിൽ ആൾക്കാർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നാൽ അവർക്ക് നാളെ ഒരു ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിൽ മിക്കപ്പോഴും ഈ മൊബൈൽ ആപ്പും ഷോപ്പിങ്ങൊക്കെ കൂടുതലായതിൻ്റെ പേരിൽ പെൺകുട്ടികളും അത്യാവശ്യം നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പണ്ടൊക്കെ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ മാസത്തിലൊരിക്കലൊക്കെ ഉണ്ടായിരുന്ന അഫെയറാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഡെയിലി മിക്ക വീട്ടിലും എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കണം. അപ്പോൾ ഈ ഒരു ചേഞ്ച് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് തെറ്റിയിട്ടുണ്ട്. ഒരുപാട്. അപ്പോൾ പണ്ടൊക്കെ അങ്ങനെയൊന്നും നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ അല്ലേ, വീട്ടിലല്ലേ. നമ്മൾ ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങുന്ന ശീലം വളരെ കുറവല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ പാഴ്സലും അങ്ങനെ ഇല്ല. വീട്ടിൽ തന്നെ എന്താ വേണ്ടെന്ന് ചോദിക്കും, ഉണ്ടാക്കി തരാമെന്ന് പറയും. അത് തന്നെ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഇതൊന്ന്, പിന്നെ ഡ്രസ്സ് വാങ്ങണതൊക്കെ അതൊക്കെ ആണെങ്കിലും മിക്കപ്പോഴും ഇവർ തന്നെ വാങ്ങണം. അപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ മാസത്തെ ഒരു ബഡ്ജറ്റ് തെറ്റിപ്പോകുന്നുണ്ട് പല ആൾക്കാർക്കും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്ലാനിങ് ഉണ്ടാവും, അവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം തെറ്റും. ഓരോ ഡ്രസ്സ് കണ്ടു അപ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കി നോക്കി ചിലപ്പോൾ നമ്മൾ പോലും തെറ്റിച്ചളയുന്നുള്ളതാണ്. അതെ, ബഡ്ജറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടതിൽ നമ്മൾ. അപ്പോൾ ഈ ഒരു ടൈമിൽ ലൈഫ് ഭയങ്കരമായിട്ട് എക്സ്പെൻസ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ടൈമിൽ എങ്ങനെയാണ് ഇപ്പോൾ നിഷയൊക്കെ പൈസ മാനേജ് ചെയ്യണത്, അല്ലെങ്കിൽ ഇതിനൊരു കൺട്രോൾ വരുത്തണൊക്കെ എങ്ങനെ? ഞാൻ എന്നിൽ തന്നെ അങ്ങ് മാനേജ് ചെയ്യും. കാരണം ഞാൻ ഇവരായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകും. ഇവിടെ നിന്നൊരു പ്ലാനിങ് ഉണ്ടാവും, ഇത്ര രൂപയ്ക്കേ എടുക്കുള്ളൂ എന്നുള്ള പ്ലാനിങ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഉൾപ്പെടെ ആയിരിക്കുമല്ലോ എടുക്കണേ, ഞങ്ങൾക്ക് 3 പേർ കൊണ്ട് ആയിരിക്കുമല്ലോ എടുക്കാൻ ചെല്ലണേ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ കയറി കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെത് അങ്ങോട്ട് കട്ട് ചെയ്യും. എനിക്ക് എടുക്കണമെന്നുള്ള കട്ട് ചെയ്യും. എന്നിട്ട് പറയും നല്ലത് ഭംഗിയുള്ളത് എടുക്കുക, നമുക്കിപ്പോൾ കാണാൻ ഭംഗിയുള്ളത് എടുക്കുക. കളർഫുൾ അല്ലെങ്കിൽ നമ്മൾ ആ കളർ ചിലത് ഭയങ്കര കളറാണോന്നില്ല, ചില കളേഴ്സ് വേറൊരു ഭംഗി. ഇപ്പോൾ ലൈറ്റ് കളറ്, ഇപ്പോൾ എന്താ പറയുക ക്രീം കളറൊക്കെ ഭയങ്കര ഭംഗിയാണ് അല്ലേ. പക്ഷെ അത് ആ കളർ പലരും ചില ആൾക്കാർ എടുക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ അയ്യോ അത് അങ്ങനത്തെ ലൈറ്റ് കളറല്ല, പക്ഷെ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ടാവും. ഇങ്ങനെയൊക്കെ ഞാൻ അവരെ ഒന്ന് പറ്റിക്കാൻ ശ്രമിക്കും. ചിലപ്പോഴൊക്കെ ആദ്യം വീഴില്ല, ആദ്യം കൊള്ളില്ല എന്നൊക്കെ പറയും. എന്നിട്ട് ഞാൻ അവരെ ഇട്ടിട്ട് ഫോട്ടോ എടുത്തൊക്കെ കാണിക്കും. കുറച്ച് സമയം പോകും മാത്രമേ ഉള്ളൂ. ഇട്ടിട്ട് പറയുന്നത് എങ്ങനെയുണ്ട്, ഇപ്പം ഭംഗിയില്ലേ, അത് നോക്ക് ഇത് നോക്ക്, നീ ആ അത്രയും വില കൂടി ഡ്രസ്സ് ഇട്ടപ്പോൾ നിനക്ക് ഭംഗിയാണോ കൂടുതൽ, ഇതിലിട്ടപ്പോഴാണോ ഭംഗി നോക്കുന്ന പറയും. അവരെ കൊണ്ടൊക്കെ ഒന്ന് പറയും. കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോഴൊക്കെ നടക്കും, ചിലപ്പോഴൊക്കെ അവരെ പിടിച്ച 3-9 രീതിയിൽ. അപ്പോൾ നമ്മളെ ഇതങ്ങ് തെറ്റുമ്പോൾ കുറേ നേരം അവിടെ നിന്നിട്ടൊക്കെ വഴക്കൊക്കെ ഇട്ട് നോക്കും. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ കുറേ ദിവസമൊക്കെ ഞാൻ അങ്ങ് പിശിക്കും. വീട്ടിൽ വന്നിട്ട് എനിക്കൊരു കണക്കുണ്ട്, ഇത്ര രൂപ ഒരു മാസം ചിലവാക്കൂ, അതിനപ്പുറത്തേക്ക് ഞാൻ പോകാൻ സമ്മതിക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, അതും പറഞ്ഞ് കുറേ ദിവസം അവരങ്ങോട്ട്
തേജോവധം ചെയ്യും. അന്ന് അത്രയും രൂപ അവിടെ ആയി. അതുകൊണ്ട് ഈ മാസത്തെ കണക്കുകൾ മൊത്തം എൻ്റെ തെറ്റിയിരിക്കണം. എൻ്റെ വേറെ പൈസ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പല കാര്യത്തിലും ഞാൻ അങ്ങ് കട്ട് ചെയ്യും. ഇന്നത് വേണ്ട, ഫുഡ് ഓക്കെ പുറത്തുനിന്നല്ലേ, അത് കട്ട് ഞാൻ ഉണ്ടാക്കി തരാം. അങ്ങനെ മാനേജ് ചെയ്താലേ നമുക്കത് ആ മാസം പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത്ര നമ്മൾ പ്രതീക്ഷിക്കാതെ ഇത്രയും രൂപ അങ്ങോട്ട് ഒരു കാര്യമില്ലെന്നേ. കുറച്ച് ദിവസം നമുക്ക് കീറിപ്പോണ തുണിയാണ്. അതിന് വേണ്ടിയിട്ട് ഇത്രയും പൈസ പോകാന്ന് വെച്ചാൽ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ എൻ്റെത് ചിലപ്പോൾ ഞാൻ അവിടെ കട്ട് ചെയ്തിട്ടുണ്ടാവും, ഞാൻ എടുത്തിട്ടുണ്ടാവില്ല. ഇത്രയും അവിടെ കൂടിയിട്ടുണ്ട് ഞാൻ പറയാം, എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയാം അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ എടുത്തോളാന്ന് പറയും. പിന്നെ എടുക്കില്ല. ഇത് ശരിക്കും ഇതൊക്കെ നമ്മുടെ ഓഡിയൻസിന് കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്നോട് പലപ്പോഴും പല കുട്ടികളൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. അവരൊക്കെ കരിയർ തുടങ്ങി, അവർക്ക് പൈസ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ അവർക്കൊക്കെ ഇത് നല്ലൊരു പാഠമായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ കുറച്ച് കാര്യം. പക്ഷേ ഇതിൽ എനിക്ക് കിട്ടിയ മെസ്സേജ് ഇത്രേ ഉള്ളൂ, വീട്ടിൽ ഒരാൾ ഈ ബഡ്ജറ്റിൻ്റെ കാര്യത്തിലൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതെ അതെ. അല്ല, നമുക്ക് ഒരാൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ലെങ്കിൽ ആ കുടുംബം മൊത്തം പോകും. ഓക്കെ. ഈ കൺട്രോൾ ചെയ്യണ ആളുടെ കയ്യിലായിരിക്കണം ഉത്തരവാദിത്തം മൊത്തം. അല്ലേ? ഇപ്പൊ അവർക്കത് കൺട്രോളൊന്നും ഉണ്ടാവുകയൊന്നുമില്ല. എന്തായാലും കുട്ടികൾക്കൊക്കെ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അവർ ആഗ്രഹിച്ചത് കിട്ടണം എന്നുള്ള മൈൻഡാണ്. അല്ലേ? അവരങ്ങനെയാണ് ജീവിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് അവരെ വളർത്തിയതെന്ന് വേണം പറയാൻ, ജീവിക്കുന്നതിനേക്കാൾ. അല്ലേ? കൂടുതലും നമ്മൾ അവർക്ക് നല്ല ഡ്രസ്സ് ഇടണമെന്ന് നമുക്ക് തന്നെ ആഗ്രഹം ഉണ്ടാവാറുണ്ട്. കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവാറുണ്ട്, സന്തോഷമുണ്ട്. പക്ഷെ നമ്മൾ ആ സന്തോഷങ്ങളാണ് ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ പലപ്പോഴും ഭാവിയിൽ അത് നെഗറ്റീവായിട്ടും വരും. അല്ലേ? അവരാഗ്രഹിക്കുന്നതൊക്കെ ഇപ്പോൾ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടാവും. ഇല്ലേ? മൈൻഡ് പോലെ ആ പ്രശ്നം കൊണ്ട് എന്തെല്ലാം കാണിച്ചു കൂട്ടുന്ന കുട്ടികളുണ്ട് ഇപ്പോൾ. അവരാഗ്രഹിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ സമൂഹത്തിൽ. ഇപ്പൊ നിഷയ്ക്ക് 2 മക്കള്, അതിൽ ഒരാൾ കല്യാണം കഴിച്ചു, ഒരാൾക്ക് പിന്നെ ഒരാള് ചെറുത്. ഇപ്പൊ ഒരാൾ കല്യാണം കഴിഞ്ഞു, ഒരാൾ കല്യാണം കഴിഞ്ഞിട്ടില്ല. അയാളിപ്പോ ജോലി ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് പോവും, ഇടയ്ക്ക് റെസ്റ്റ് എടുക്കും. ഡിസൈനറാണ്. അപ്പൊ അവർക്ക് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാം. അമ്മയുടെയൊക്കെ ചെയ്യാറുണ്ടോ അതോ? എന്റേത് ഇടയ്ക്കൊക്കെ എനിക്ക് പറഞ്ഞൊക്കെ തരും. ചിലപ്പോഴൊക്കെ അവള് പറഞ്ഞനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാറുണ്ട്. എനിക്ക് എടുത്തോണ്ട് വരുമോ അങ്ങനെ കൂടുതലാള്. എനിക്ക് ഞാനൊരു സത്യം പറയട്ടെ, എനിക്കൊരു നല്ലൊരു കൂടിയ ഡ്രസ്സ് എടുക്കലില്ല. ഞാനെടുത്ത 1000 1500 അപ്പുറമൊന്നും ഏറ്റവും കൂടുതൽ പോകാറില്ല. അതേ സമയത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഏതൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട്. അത് അവര് തന്നെ നമുക്ക് കൊളാബ് ചെയ്യുമല്ലോ, അങ്ങനെ. പിന്നെ എന്താണ്, അല്ലെങ്കിൽ ഈ 1000 1500 അപ്പുറം ഞാൻ എൻ്റെ ഒരു ഡ്രസ്സിനും ഏറ്റവും കൂടുതലാണ് ഞാൻ പറഞ്ഞത്. മാക്സിമം എൻ്റെ ഏറ്റവും കൂടുതൽ ഡ്രസ്സൊക്കെ, കൂടിയ ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും ഡ്രസ്സ് ഒരു 500 രൂപ 600 രൂപയ്ക്കുള്ളിൽ, 400 350 ഇതൊക്കെ തന്നെയാണ് എൻ്റെ റേഞ്ച്. ഇതൊക്കെ ശരിക്കും അങ്ങനെ ആ ഒരു റേഞ്ചിലുള്ള. അപ്പോൾ ഞാൻ പറയണ വെച്ചാൽ അങ്ങനെ പിശിക്കണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന എപ്പോഴും ഈ ഒറ്റ കാര്യമുള്ളൂ. 1 2 പ്രാവശ്യം ഇടുന്ന ഡ്രസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കാശ് ഒരു നോട്ട് വലിച്ച് കീറി കളയുന്നതിന് തുല്യമാണ്. ഈ പടക്കം പൊട്ടിച്ച് പൈസ നമ്മൾ വിഷുവിന് കുറേ പടക്കം മേടിച്ച് പൊട്ടിക്കുമല്ലോ, അതന്നെ കമ്പിത്തിരി മത്താവ് മറ്റേ വരച്ചതൊക്കെ കണ്ട് അതൊക്കെ കഴിഞ്ഞു. അതെല്ലാം അയ്യോ, ഞാൻ എന്നിട്ട് പറയും, എൻ്റെ ദൈവമേ എത്ര രൂപയാണ് വലിച്ചു കയറി പൊട്ടിച്ച് കളഞ്ഞത്. നമ്മൾ കാശാണെ കത്തിക്കൂല, ഇത് സാധനം സെലിബ്രേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ അതിനുവേണ്ടി ഒരുപാട് നമ്മളിപ്പോൾ ഭക്ഷണം ഉണ്ടല്ലോ, നമുക്ക് ആഗ്രഹമുള്ള ഭക്ഷണം നമ്മൾ വല്ലപ്പോഴും കുറച്ച് കഴിക്കുക, ഒരുപാട് വലിച്ചേരല്ല, വല്ലപ്പോഴും കുറച്ച് കഴിക്കുക. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹം നിറവേറി, സന്തോഷം, അതോടൊപ്പം നമ്മളെ ഹെൽത്ത് ഓക്കെ ആയിട്ടിരിക്കും. ഇല്ലേ? അതേ സമയത്ത് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഭയങ്കര ആർഭാടം എല്ലാ ദിവസവും വേണമെന്നും പറഞ്ഞ് കുറേ പൈസകളാക്കി അത് മേടിച്ചു ഇത് മേടിച്ചു, അതങ്ങനെ ചെയ്തു, ഇങ്ങനെ പുന്തിരി എന്ന് പറഞ്ഞവരെ ഇതൊക്കെ തീരും. നമുക്ക് കുറേ കഴിയുമ്പോൾ നഷ്ടമാണ്, വിഷമമാണ്. കാരണം എൻ്റെ പൈസയൊക്കെ തീർന്നു, ഇനി അടുത്ത കാര്യത്തിന് എൻ്റെ കയ്യിൽ കാശില്ല, പിന്നെ പലിശയൊക്കെ എടുക്കണം. ഇതൊക്കെയുള്ള പതുക്കെ കടത്തിലേക്ക് പോണത്. പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ കാശും നമ്മളെ ഹെൽത്തും ഒക്കെ ഇത് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ്. മനസ്സിനെ നമുക്ക് പൈസ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് കൂടുതൽ ആൾക്കാർക്ക് അല്ലേ BP ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഫുഡും പൈസയുമാണ് നമ്മളെ ബോഡി ഇല്ലാണ്ടാക്കണത്. അവ രണ്ടും കൺട്രോൾ ചെയ്യണം. ഫുഡ് പൈസ ആണെങ്കിൽ പോലും നമുക്ക് നമ്മളെ ആഗ്രഹം നിറവേറ്റണം വല്ലപ്പോഴും. എല്ലാം ഈ ഓർത്തൊക്കെ ഈ വല്ലപ്പോഴും. എല്ലാ ദിവസവും ആനന്ദം പരമാനന്ദം, എല്ലാ ദിവസവും ഭയങ്കര വലിച്ചുവരും നല്ല ഫുഡ് ഇത് കഴിച്ചു കഴിയുമ്പോൾ എന്ന് വെച്ചാൽ രണ്ടും അനുഭവിക്കുന്നത് ഒറ്റ ശരീരമാണ്.
ഈ ശരീരം പിന്നെ നമുക്ക് വേറെ കൊണ്ട് പെട്ടിയിലേക്ക് എടുത്ത് വെക്കേണ്ടി വരും പെട്ടെന്ന്. നല്ലൊരു അഡ്വൈസാണ്. ഞാനേ ഇപ്പം ശരിക്കും നിഷനെ പോലത്തെ ആൾക്കാരുടെയൊക്കെ ഒരു സക്സസ് പല ആൾക്കാരും ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ എസ്പെഷ്യലി ആക്ടിങ്ങിലേക്ക് വരാനൊക്കെ ഭയങ്കര താല്പര്യമുള്ളവരാണ്. അപ്പോൾ ഒരു പുതിയതായിട്ടൊരാൾക്ക് ഇങ്ങനത്തെ ഒരു ആക്ടിങ് ഫീൽഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? ഞാൻ പറയാവുന്നത് ആക്ടിങ് ഫീൽഡിലേക്ക് അയാൾക്ക് ആഗ്രഹം, ഒടുങ്ങാത്ത ആഗ്രഹമാണെങ്കിൽ ആദ്യം അയാൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു നല്ലൊരു പ്രൊഫഷൻ വേറെ കണ്ടുവെക്കണം. ഒരു ജോലി, നല്ലൊരു ജോലി. എന്താണ് നിങ്ങളുടെ ജോലി എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നടുത്ത് വർക്ക് ചെയ്യാണ്, എനിക്ക് ജോലിയുണ്ട്, മാസം ഇത്ര ശമ്പളമുള്ളൊരു ജോലിയുണ്ട്, കൂടെ ഞാൻ സൈഡായിട്ട് എനിക്ക് എന്നൊരു ആഗ്രഹമാണ് അഭിനയിക്കണമെന്ന്, ഞാൻ അഭിനയിക്കണമുണ്ട് ഇടയ്ക്ക്. അത് ചിലപ്പോൾ ഞാൻ ഇതിന്ന് ലീവ് എടുത്തിട്ടാവാം ഇടയ്ക്ക് കുറച്ച് ദിവസം. പക്ഷെ നമുക്കത് സ്ഥിരം ഒരു വരുമാനം ആകുമെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ അവിടെ രക്ഷപ്പെടുമോന്നും പറയാൻ പറ്റില്ല, അല്ലേ? ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് ഇവിടെ. ആക്ടിങ്ങിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ ചിലപ്പോൾ കറക്റ്റ് നടന്നില്ലെങ്കിൽ ടെൻഷനൊക്കെ ആവും. പിന്നെ ടെൻഷനാവും. കാരണം പണ്ടൊക്കെ എനിക്കൊക്കെ എപ്പോഴൊന്നും എനിക്കോട് ഞാൻ വന്നിട്ട് എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഞാൻ ഇടയ്ക്ക് സൈഡ് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാനുണ്ടായിരുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുഞ്ഞു എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കാൻ എനിക്ക് പൈസ എപ്പോഴും കിട്ടണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ബിസിനസ് ചെയ്യും. നേരത്തെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ ബിസിനസ് ഒന്നുമല്ല, കുഞ്ഞു ഈ ടപ്പർ വെയറിന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ടൊക്കെ അതൊക്കെ ചെറിയ ഏജൻസ്, നമ്മൾ ഫീമെയിൽ ഓൺലി ആണല്ലോ കൂടുതലത്. അപ്പോൾ ഈ ഇവിടെ നമ്മളെ എന്താ പറയുക, പാലാരടുത്തൊരു ഓഫീസ് ഉണ്ട്, അവിടെ നിന്ന് നമ്മൾ മെമ്പർഷിപ്പ് എടുക്കും, എന്നിട്ട് അവിടെ നിന്ന് സാധനങ്ങൾ എടുക്കും, എന്നിട്ട് അത് നമുക്ക് അത് നമ്മൾ ഓർഡർ പിടിക്കും അതിന്. ഇപ്പൊ ഓർഡർ പിടിക്കും, അപ്പോൾ നല്ല കമ്മീഷന് കിട്ടും. അപ്പോൾ ആ സമയത്ത് നമ്മളത് ഇപ്പോൾ 1,00,000 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ഇത്ര രൂപ കമ്മീഷൻ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അപ്പോൾ അതൊക്കെ ചെറിയൊരു നമ്മളെ എങ്ങനെ ഇപ്പോൾ വർക്കില്ലെങ്കിലും ഒരാഴ്ച വീട് കഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഒരു മാസം സൈഡ് ബിസിനസ്. ഇപ്പം ഇതൊക്കെ നല്ലൊരു കാരണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പം ചിലപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും വേണമെങ്കിൽ സൈഡായിട്ടൊക്കെ കുറേ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്ന കുഞ്ഞു അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. വെറുതെ ഇരുന്നിട്ടില്ല. നമ്മൾ എല്ലാം ഇപ്പം എനിക്ക് ഇപ്പോഴത്തെ തലമുറയോട് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊരു ഏജുണ്ട്, ആ ഏജിൽ മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാവുക, ഇല്ലേ? ആ എനർജിയിൽ എനർജി മാത്രമല്ല, ഒരു വല്ലാത്തൊരു പവറാണ് മനസ്സിൽ ആ ടൈമിൽ. ആ സമയത്ത് നമ്മൾ ഓടി എന്താ പറയുക, എല്ലും മുറിയെ പണി ചെയ്ത് പല്ല് മുറിയെ കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സേവ് ചെയ്ത് വെക്കണം. പല്ല് പൊഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ കാശ് ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് സേവ് ചെയ്ത് വെക്കണം. ഇപ്പം ഞാൻ ചോദിക്കണമെങ്കിൽ ഒരു റിട്ടയർമെന്റ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഇപ്പോൾ നിഷയുടെ സർക്കിളിലുള്ള വനിതകൾക്കൊക്കെ അവർ സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നുണ്ടോ? എന്താണ് ഞാൻ ആരുടെയും ഫിനാൻഷ്യൽ കാര്യങ്ങൾ മറ്റുള്ളവരോടൊന്നും ചോദിക്കാറില്ല. പറഞ്ഞാൽ കേൾക്കും, കേട്ടിട്ട് എന്നെ ഒരു അഡ്വൈസ് ഞാൻ കൊടുക്കാറുണ്ട്. അതിപ്പോൾ ഞാൻ എൻ്റെ കൂടെ ആര് വർക്ക് ചെയ്താലും കുട്ടികളോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. വർക്ക് ചെയ്ത് പൈസ കിട്ടുമ്പോൾ അതിങ്ങനെ ചെയ്യണം, എന്നിട്ട് അത് ഇത്രയും മാറ്റി വെക്കണം. ഇപ്പം നിങ്ങൾക്ക് തോന്നും അത് മേടിച്ച് ഇത് മേടിച്ച് പൈസ കുറേ കിട്ടണമല്ല അങ്ങനെ. പക്ഷേ നാളെ നിങ്ങളിൽ ഇതില്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വെക്കാൻ പഠിക്കണം എന്നൊക്കെ ഇപ്പോഴും പറഞ്ഞു കൊടുക്കാനാണ്. അതെല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കുക. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും പ്രാവർത്തിയാക്കിക്കൊണ്ടിരുന്നത് ചില ആൾക്കാരെ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നീ വന്നിട്ട് ഇത്രയും നാളല്ലേ ആയുള്ളൂ. കാരണം ഞാൻ വീട് വെച്ചിട്ടൊരു ഇപ്പോൾ 14 വർഷം കഴിഞ്ഞു. 14 വർഷമായി. അതിന് മുന്നേ തന്നെ സ്ഥലം വാങ്ങിച്ചിരുന്നു. അപ്പം എന്നോട് ഞാൻ വന്നിട്ട് 27 വർഷമായിട്ടുള്ളൂ. അപ്പോൾ 14 വർഷം കഴിഞ്ഞ് വീട് വെച്ചിട്ട് 27 വർഷം 13 വർഷത്തിൽ വീട് വെച്ചു. അപ്പോൾ അതിന് മുന്നേ സ്ഥലം വാങ്ങിച്ചു. അതിനും വീട് വയ്ക്കുന്നതിന് ഒരു 5-6 വർഷം മുന്നേ സ്ഥലം വാങ്ങിച്ചിട്ടു. അപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും ആൾക്കാരെ എല്ലാവരും വിചാരം ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ പൈസ കൊണ്ട്, അഭിനയിച്ച് കിട്ടിയ പൈസ കൊണ്ടാണ് സ്ഥലം വാങ്ങിച്ചതെന്നാണ്. അഭിനയിച്ച് കിട്ടിയ പൈസയും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് ഒരു സ്ഥലം പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ആ സ്ഥലം വിറ്റിട്ട് ഞാനത് ഈ പറഞ്ഞ പോലെ ഓരോന്നിലൊക്കെ ഇട്ട് ഇങ്ങനെ ഷെയറും അതൊക്കെ ചെയ്തും അങ്ങനെയൊക്കെ ഞാനത് വളർത്തിയെടുത്തിട്ടാണ് ആ സ്ഥലം മേടിച്ചത്. അല്ലാണ്ട് ഇതിൽ നിന്ന് മാത്രം കിട്ടിയിട്ട് എനിക്ക് ആ സ്ഥലം മേടിക്കാൻ പറ്റില്ല. നല്ലൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടായിരുന്നു. എപ്പോഴും ഞാൻ എനിക്ക് 10 രൂപ കിട്ടിയാൽ അത് എങ്ങനെ എന്നെ കൊണ്ട് 100 രൂപ ആക്കാന്നാണ് ആദ്യം ചിന്തിക്കുന്നത്. അല്ലാതെ എനിക്ക് 10 രൂപ കിട്ടിയാൽ ഞാൻ എങ്ങനെ അടിച്ചു കളിക്കാം ഒരിക്കൽ പോലും ചിന്തിക്കില്ല. 10 രൂപ കിട്ടിയാൽ എന്തായാലും 2 രൂപ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എടുക്കുള്ളൂ. ബാക്കി 8 രൂപ എനിക്ക്
മാറ്റി വെച്ചേ ഇത് പറ്റുള്ളൂ. ഇപ്പോഴത്തെ ആൾക്കാരോട് തിരിച്ചേ പറയാൻ പറ്റുള്ളൂ, 8 രൂപയ്ക്കെങ്കിലും ചിലവാക്ക്, ബാക്കി 2 രൂപയെങ്കിലും സേവ് അല്ല, ചെയ്യാതെ. നമ്മൾ 8 രൂപ നമുക്ക് ചിലവാക്കാൻ മാറ്റി വെക്കാൻ പറ്റില്ല. അതും ആലോചിക്കണേ. 2 രൂപ നമ്മൾ ചിലവാക്കി, എന്തായാലും ഒരു 2 രൂപ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കല്യാണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻമാർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നു ചിലവാക്കി. പിന്നെ നമുക്ക് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന വെച്ചാൽ നമുക്കൊരു 10 രൂപ കിട്ടിയാൽ ഒരു 50 പൈസയെങ്കിലും ഒരാൾക്ക് നമുക്ക് സഹായിക്കാൻ പറ്റണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. മറ്റൊരാളുടെ സങ്കടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അതാണ് ഏറ്റവും വലിയ, ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ, അല്ലേ? ഞാൻ 4 നേരം ഭക്ഷണം കഴിച്ചു. എനിക്ക് 2 ദിവസം കൂടുമ്പോഴേലും ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റിയാൽ അതായിരിക്കണം എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ. പലരും പറഞ്ഞു ഭയങ്കര ഒരു ആനന്ദമാണ് നമുക്ക്. അതാണ് നമ്മൾ കാരണം ഒരാളുടെ കണ്ണീര് നമുക്ക് മാറ്റാൻ പറ്റിയാൽ അത് നമുക്ക് ഒരു വിജയമായിട്ടാണ് അത് കാണുക, അല്ലേ? അത് ശരിക്കും അത് പലപ്പോഴും എല്ലാവരും കാശുണ്ടായിട്ട് ചെയ്യാന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ പാരലലി ചെയ്യണമെന്നുള്ള ഗുണമെന്ന് വെച്ചാൽ അത് നമ്മുടെ ഒരു ഹാബിറ്റായി മാറും. നമുക്കും ഒരു മോട്ടിവേഷനാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. അതെ അതെ. ചിലപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ 100 രൂപ മാത്രമുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ. പക്ഷേ എൻ്റെ അടുത്ത് ആ 100 രൂപയും അന്നൊരാളൊന്ന് ചോദിച്ചു കൊടുത്തിട്ട് പോയ ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ വീട്ടിലെത്തി രാത്രി കിടങ്ങുന്ന ഞാനപ്പോൾ ഒന്നും ചിന്തിക്കണില്ല. ഞാനത് അവർക്ക് അതുകൊണ്ട് അവർക്ക് ആ അന്നത്തെ ഒരു ദിവസം ഒരു പട്ടിണി മാറുകയാണ് അവരുടെ. പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ എപ്പോഴും അത് എന്തോ ഒരു മിറാക്കിൾ പോലെ എനിക്കത് തോന്നിയിട്ടുള്ളത്. അന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് എനിക്ക് പിറ്റേ ദിവസം പുതിയ വർക്ക് വന്നിട്ടുണ്ടാവും, അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ എത്രയോ ഇരട്ടിയാണ് പിറ്റേ ദിവസം നമുക്ക് കിട്ടുന്നത്. നമ്മൾ എത്ര കൊടുക്കുന്നു അത് തിരിച്ചു കിട്ടും. കൊടുക്കുന്നതല്ല കിട്ടുക. എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് കൊടുക്കുന്നതല്ല കിട്ടണം, കൊടുക്കുന്നതിന്റെ അതിന്റെ എത്രയോ ഇരട്ടി നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത്. കാരണം നമ്മൾ കൊടുക്കുന്ന മനസ്സാണ് ഏറ്റവും വലുത്. വളരെ നിറഞ്ഞ മനസ്സോടെ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. വെരി ഗുഡ്. ഇപ്പോൾ നിഷയ്ക്ക് എന്തായിരിക്കും ഒരു ഫൈനൽ അഡ്വൈസ്? ഇപ്പോൾ നമ്മുടെ ഓഡിയൻസ് ഇതിൽ ശരിയാണ്, നമ്മൾ വുമൺ ഷേ എന്നൊക്കെ പറഞ്ഞത്, പക്ഷെ എന്നാലും ഒരു ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഇപ്പോൾ നിങ്ങളെ പോലത്തേക്ക് ഒരു ലൈഫ് കടന്ന് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന സന്തോഷം എന്നുള്ള ലെവലിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് എന്തായിരിക്കും ഒരു കരിയർ വൈസ് ആണെങ്കിലും ഫാമിലി വൈസ് ആണെങ്കിലും മണി വൈസ് ആയുള്ള ഒരു അഡ്വൈസ്? സിമ്പിളാണ് ആ കാര്യം. നമ്മൾ മുമ്പിലുള്ള നമ്മളെക്കാൾ സങ്കടമുള്ള ആൾക്കാരെ ഒന്ന് കാണുക. അപ്പൊ നമ്മൾ രാജാക്കന്മാരല്ലേടോ, അല്ലേ? നമ്മളെപ്പോഴും കാണുകയെന്ന് അറിയാമോ? ഈ ടെൻഷൻ അടിക്കുന്ന ആൾക്കാർ എപ്പോഴും കാണുമെന്ന് അറിയാമോ? അവരെക്കാൾ മുകളിലുള്ള ആൾക്കാരെയാണ് കാണുന്നത്. ശോ, കഷ്ടം, എനിക്കതില്ല, ഇല്ല 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 എന്ന് ചിന്തിക്കാതെ എനിക്കെല്ലാം ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെയല്ലേ ജീവിക്കണേ, ഇനി ഞാൻ എന്ത് സന്തോഷത്തോടെ ഇരിക്കണേ. എൻ്റെ കയ്യിൽ കാശല്ലടോ ലോകത്തെ ഏറ്റവും വലുത്. നമുക്ക് ആരോഗ്യമുണ്ടോ? നമ്മളാണ് ലോകത്തെ ഏറ്റവും വലിയ രാജാവ്. ഈ ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ കാശിനെ കുറിച്ചും ഫുഡിനെ കുറിച്ചും ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്. ഇത് രണ്ടിനെക്കുറിച്ച് അല്ലേ, നമ്മൾ ഈ ആർഭാടത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ കയ്യിലിരിക്കുന്ന ഏറ്റവും വലിയ ആനന്ദം നഷ്ടപ്പെടുന്നത്. നമ്മളേറ്റവും ആനന്ദം എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരം, അല്ലേ? നമ്മൾ ആരോഗ്യമുള്ള ശരീരം നഷ്ടപ്പെടണേ. അപ്പോൾ ഇത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഈ 3 സാധനങ്ങൾ അങ്ങ് വേണ്ടെന്ന് വെക്കണം. ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, വളരെ സന്തോഷം എനിക്ക് ഈ സമയം തന്നതിനും. ഈ ഒരു ടോക്ക് കേട്ടിട്ട് പല ആൾക്കാർക്കും ലൈഫിൽ ഒന്നും കൂടി നന്നായിട്ട് ജീവിക്കാനായിട്ട് തോന്നട്ടെ എന്ന് ആശംസിക്കുക. താങ്ക് യു.